ഹായ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഒരു കണക്ക് ഇട്ടിരുന്നു. ആ കണക്കിന് പലരും ഞാൻ മുൻപ് ഇട്ടിരുന്ന വീഡിയോ അനുസരിച്ച് കറക്റ്റായിട്ട് ആൻസർ വന്നിട്ടുണ്ട്, എന്നാൽ കുറച്ച് പേർക്ക് തെറ്റിപ്പോയി. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും അറിയണമെന്ന് പറഞ്ഞ് പലരും കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് പലരും എൻ്റെ പേജ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇട്ട പോസ്റ്റിൻ്റെ ഉത്തരം നിങ്ങളുടെ എല്ലാ ആഗ്രഹപ്രകാരം ഞാൻ വീണ്ടും ചെയ്യണം. അതായത് ഇട്ട പോസ്റ്റ് എന്ന് പറയും -5 × 5 -5 +5. ഇങ്ങനെ ഒരു ചോദ്യം നമ്മളെ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷയ്ക്ക് വന്നാൽ അത് നമ്മൾ കറക്റ്റായിട്ട് ഉത്തരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ -5 × 5, ഈ 5ൻ്റെ ചിഹ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ചിഹ്നം ഇടാതിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പ്ലസ് എന്നായിരിക്കും. പ്ലസ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൻ്റെ ഫ്രണ്ടിൽ പ്ലസ് ഒന്നും ഇടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്ലസ് ആണെന്ന്. മൈനസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ മൈനസ് ഇട്ട്. അപ്പോൾ ഈ മൈനസും പ്ലസും കൂടെ നമ്മൾ ഗുണിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഒരു ഗുണനം വന്നപ്പോൾ ഈ രണ്ടും കൂടെ നമ്മൾ ഗുണിക്കണം, അതിൻ്റെ ചിഹ്നങ്ങളും ഗുണിക്കണം. ഒരേ ചിഹ്നമാണ് മൈനസ് ആണെങ്കിൽ പ്ലസ് ആയിരിക്കും. ഇപ്പം -5 ഉം +5 ആകുമ്പോൾ അവിടുത്തെ ചിഹ്നം മൈനസും പ്ലസും കൂടെ ഗുണിക്കുമ്പോൾ മൈനസ് ആയിരിക്കും. ഇനി ഈ 5 ഉം 5 ഉം കൂടെ, അതായത് ഗുണനവും ഹരണവും വരികയാണെങ്കിൽ, അത് ഒരു കണക്കിൻ്റെ ഇടയ്ക്ക് ഗുണനവും ഹരണവും വരികയാണെങ്കിൽ അത് ചെയ്തിട്ടേ മൈനസും പ്ലസും ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ 2 ബ്രാക്കറ്റ് ഇട്ടത്. അപ്പോൾ ഇതിനിടയ്ക്ക് ചിലരൊക്കെ കമൻറ്റ് ഇട്ടേക്കുന്ന ബ്രാക്കറ്റ് ഇല്ലാത്തടത്ത് നിങ്ങൾ എന്തിനു ബ്രാക്കറ്റ് ഇട്ടുവെന്ന്. ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ്. പിന്നെ ചിലർ ബോട്ട് മാസ് എന്ന് പറയുന്നൊരു റൂൾ എന്താണെന്നും അറിഞ്ഞുകൂടാ. അത് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ചെയ്താൽ പോരെ എന്ന് പറഞ്ഞ് കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ശരിക്കും ഈ ബോട്ട് മാസ് എന്താണ്? അതിൽ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിലാണെന്നേ ഉള്ളൂ. അതായത് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞിട്ട് ആഡും സബ്സ്ട്രാക്ഷനും ചെയ്യാൻ. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റ് നമ്മൾ ഓർഡർ അനുസരിച്ച് ആ ബ്രാക്കറ്റ് മാറ്റി ചെയ്യണം എന്നാണ് പറയുന്നത്. ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിലും ഈ ഗുണനവും ഹരണവും വന്നാൽ ആദ്യം അതാണ് ചെയ്യേണ്ടതെന്നാണ് ബോട്ട് മാസ് റൂൾ പറയുന്നത്. അതാണ് ബോട്ട് മാസ്. അതിൻ്റെ എളുപ്പത്തിൽ ചുരുക്കപ്പേരായിട്ട് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആഡ് സബ്സ്ട്രാക്ഷനും എന്നുള്ളതിനെ ബോട്ട് മാസ് എന്ന് പറയുന്നതാണ്. അല്ലാതെ ആന കാര്യമൊന്നും അല്ല. അതായത് നമുക്കിവിടെ ഗുണനം വന്നിട്ടുണ്ട്, അപ്പോൾ അതിനാണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ടത്. അപ്പം മൈനസ് ഇൻറ്റു പ്ലസ്, ആൻസർ സൈന് മൈനസ് ആണ്. 5 × 5 25. ഇനി -5 -5 +5. അപ്പോൾ -25 -5 -5 ഒരേ ചിഹ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ കൂട്ടണം. അപ്പോൾ കൂട്ടുമ്പോൾ 25 5 30 35 -35. ഇനി +5, അപ്പോൾ -35 +5. അപ്പോൾ ചിലരൊക്കെ 35ഉം 5ഉം കൂടെ 40 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 35ഉം ൻ്റെ ചിഹ്നം മൈനസാണ്, 5ൻ്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പം വലുതിൽ നിന്ന് ചെറുതിനെ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. അതായത് 35ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 30. ഇവിടെ ചിഹ്നം വലുതിൻ്റെത് മൈനസ് എന്ന് വരും. അപ്പോൾ ആൻസർ 30 ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞാലും ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതിൻ്റെ അടിയിൽ വന്ന് തെറ്റുത്തരം എഴുതി വെച്ചിട്ട് പോകും. എന്തിനാണ് അങ്ങനെ എഴുതുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ എന്തെങ്കിലും കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ചില കമൻറ്റുകൾ ഇട്ടിരിക്കും. അതിലൊരു പ്രത്യേകതരം കമൻറ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതായത് ഉള്ളത് മാത്രം പോരെ, ആഡ് ചെയ്യുന്നത് എന്തിനാ? പലപ്പോഴും ഇങ്ങനെയുള്ള കണക്കുകൾ കാണാം. ബ്രാ ഇടാതെ തന്നെ ചെയ്യണം. പിന്നെ അദ്ദേഹം തന്നെ പറയണം 5നെ 5 കൊണ്ട് കട്ട് ചെയ്താൽ ഒന്നുമില്ല, പിന്നെ എങ്ങനെ ഒന്നുണ്ടാവും? മനസ്സിലായില്ല. ഞാൻ അദ്ദേഹത്തോട് തന്നെ പറയട്ടെ, ഒരു ആപ്പിൾ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അതിന് 5 ആയിട്ട് നമ്മൾ
കട്ട് ചെയ്തു. എന്നിട്ട് ആ 5 ഭാഗം എടുത്ത് കാണിച്ചാൽ എങ്ങനെ പറയും? ഇത് ഒരാപ്പിളാണ്, ഇത് 5ൻ്റെ 5ആയിട്ട് മുറിച്ചാൽ 5 ഭാഗമാണ് എന്നല്ലേ പറയൂ. അതാണ് 1 എന്ന് പറയും. അപ്പോൾ നിങ്ങൾ വായിച്ചല്ലോ, കണക്കിൻ്റെ ആൻസർ കൃത്യമായിട്ട് ഞാൻ എഴുതിയപ്പോൾ ഒരാൾ ചോദിച്ചിരിക്കണം എനിക്ക് വട്ടായ എന്നാണ് പറയുന്നത്, വേറൊരാൾ എഴുതിയിരിക്കുന്ന ഭാഷ നിങ്ങൾ വായിച്ചു കാണും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് ഇടണം, അത് ചിലരുടെയൊക്കെ പ്രത്യേകതയാണ്. കുറേ ആൾക്കാർ പോസിറ്റീവ് കമൻ്റ് ഇടുമ്പം അത് ഒരു നെഗറ്റീവ് കമൻ്റ് അവിടെ വന്നില്ലെങ്കിൽ മോശമെന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇട്ടാൽ സമാധാനം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ, അവരിട്ടോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരു പ്രോബ്ലം കാണിച്ചിട്ട് അതിൻ്റെ ഉത്തരം ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, ആൾക്കാരുടെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ രൂപത്തിലുള്ള ഉത്തരം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ ഇത് പറഞ്ഞു തരുമ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിന് ഇത്ര വിശദമാക്കി പറയുന്നു. പക്ഷെ ഇത്ര വിശദമാക്കി പറഞ്ഞ് കൊടുത്തു എന്നതിൽ സന്തോഷിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ ചില ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ചില കമൻസ് വന്നിരിക്കുന്നത്. അത് സാരമില്ല, അവരുടെ സ്വഭാവം അങ്ങനെയാണ്. എല്ലാവരും പോസിറ്റീവായിട്ട് എഴുതിയ മോശമല്ലേ, ഞാനൊരു നെഗറ്റീവ് കമൻ്റ് ഇടണ്ടേ എന്ന് ചിന്തിക്കുന്നവർ അങ്ങനെ ഇടുകയുള്ളൂ. അപ്പോൾ ഈ പോസ്റ്റിൽ മാത്രമല്ല, ജീവിതത്തിലായാലും ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകും. ഞാൻ എപ്പോഴും മറ്റുള്ളവരൊക്കെ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ലാതെ ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെപ്പോഴും അങ്ങനെ തന്നെയാണ്, അവർക്ക് മാറ്റാൻ പറ്റില്ല. അവർ മാറണമെങ്കിൽ അവർ വിചാരിക്കണം. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും നമസ്കാരം.